നമസ്കാരം. കേരള ഭൂമിശാസ്ത്ര ഭാഗത്തെ 11ാമത്തെ ക്ലാസ്സാണ് ഇന്നത്തേത്. ഇന്നത്തെ ദിവസം നമ്മൾ പഠിക്കുന്നത് കേരളത്തിലെ കായലുകളെ കുറിച്ചാണ്. ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നു. കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി കാണുക. അതുപോലെ ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളിൽ പങ്കെടുക്കുന്നതിനും മറ്റ് സേവനങ്ങൾക്കുമായി ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ ആസ്ഥ അക്കാഡമിയുടെ ടെലഗ്രാം ചാനലിൽ കൂടി അംഗമാവുക. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് കേരളം നദികളുടെ നാട് എന്ന് അറിയപ്പെടുന്നു. അതുപോലെ കേരളം കായലുകളുടെ നാട്, ലഗൂണുകളുടെ നാട് എന്നും അറിയപ്പെടുന്നു. ലാൻഡ് ഓഫ് ബർക്ക് വാട്ടേഴ്സ്, ലാൻഡ് ഓഫ് ലഗൂൺസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനവും ഏത് തന്നെയാണ്? കേരളം തന്നെയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് കായലുകളെ കുറിച്ചാണ്. അപ്പോൾ ആദ്യം കായൽ എന്നുള്ളതിൻ്റെ നിർവചനം എന്താണെന്ന് നോക്കാം. കടലുമായിട്ട് സ്ഥിരമായിട്ടോ താൽക്കാലികമായിട്ടോ ബന്ധമുള്ള ഒരു ജലസഞ്ചയം, അതിലോട്ട് ശുദ്ധജലപ്രവാഹം സാധ്യമാക്കിക്കൊണ്ട് ഒരു നദിയെങ്കിലും പ്രവേശിക്കുകയും വേണം. അങ്ങനെ ഒരു ജലസഞ്ചയത്തെ നമുക്ക് കായൽ എന്ന് വിളിക്കാം. എങ്ങനെയാണ് പറഞ്ഞത്? കടലുമായിട്ട് സ്ഥിരമായിട്ടോ താൽക്കാലികമായിട്ടോ ബന്ധമുള്ള ഒരു ജലസഞ്ചയം. ആ ജലസഞ്ചയത്തിലോട്ട് ശുദ്ധജലപ്രവാഹം സാധ്യമാക്കിക്കൊണ്ട് ഒരു നദിയെങ്കിലും ഒഴുകിയെത്തുമെങ്കിൽ അതിനെ നമുക്ക് കായൽ എന്ന് വിളിക്കാം. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു നിർവചനം ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. അത് തുടർന്ന് ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ചില സംശയങ്ങളുണ്ടാവും. ആ സംശയങ്ങൾ ദൂരീകരിക്കപ്പെടാൻ ആ ഒരു ഡെഫിനേഷൻ നല്ലതാണ്. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. ഇനി അത് കഴിഞ്ഞിട്ട് കായലുകൾ എന്ന് പറയുന്നത് തണ്ണീർത്തടങ്ങളുമാണ്, അല്ലേ? തണ്ണീർത്തടങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. വെറ്റ്ലാൻഡ്, തണ്ണീർത്തടങ്ങൾ പലതരത്തിലാണ് അതിൻ്റെ വിഭജനം. കായലുകൾ എന്ന് പറയുന്നത് ജലസ്രോതസ്സാണ്. അപ്പോൾ അത് തണ്ണീർത്തടങ്ങളുടെ വിഭാഗത്തിൽ വരും. അതുപോലെ തന്നെ ചതുപ്പ് സ്ഥലങ്ങൾ, അതും തണ്ണീർത്തടങ്ങളുടെ കൂട്ടത്തിൽ വരുന്നതാണ്. തണ്ണീർത്തടങ്ങൾ എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ജലസ്രോതസ്, അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാം തണ്ണീർത്തടങ്ങളുടെ നിർവചനത്തിനകത്ത് വരും. തണ്ണീർത്തടം എന്നുള്ള വാക്ക് നമുക്കറിയാം, ഇംഗ്ലീഷിലെ വാക്ക് അത് വെറ്റ്ലാൻഡ് എന്നാണ്. വെറ്റ്ലാൻഡ് അഥവാ തണ്ണീർത്തടം എന്നുള്ള പദം രൂപം കൊണ്ടത് ഏത് ഭാഷയിൽ നിന്നാണ് എന്ന് ചോദിച്ചാൽ ജർമ്മൻ ഭാഷയിൽ നിന്നാണ്. ജർമ്മൻ ഭാഷയിൽ വാട്ടർ സീഡ് എന്ന് പറയുന്ന പദം, ആ പദത്തിൽ നിന്നാണ് വെറ്റ്ലാൻഡ് അഥവാ തണ്ണീർത്തടം എന്നുള്ള വാക്കുണ്ടായത്. അപ്പം അത് ഓർത്തു വയ്ക്കണം. ജർമ്മൻ ഭാഷയിൽ നിന്നാണ് തണ്ണീർത്തടം എന്നുള്ള വാക്കുണ്ടായത്. തണ്ണീർത്തടങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം അവിടെ മനസ്സിലാക്കി വെക്കണം. 1971 തണ്ണീർത്തടവുമായി ബന്ധപ്പെട്ട ഒരു ഉടമ്പടി, അതാണ് റംസാർ ഉടമ്പടി. 971 റംസാർ ഉടമ്പടി. തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് ലോകത്തുള്ള ഒരു കൂട്ടം രാജ്യങ്ങൾ ഇറാനിലെ റംസാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒത്തുകൂടി രൂപീകരിച്ച ഒരു ഉടമ്പടിയാണ് ഏത്? റംസാർ ഉടമ്പടി. 971. അപ്പോൾ റംസാർ ഉടമ്പടി എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. 1971 റംസാർ ഉടമ്പടി ഒപ്പുവെച്ച ദിവസം എന്നാന്ന് ചോദിച്ചാൽ ഫെബ്രുവരി 2. ഫെബ്രുവരി 2 എന്ന് ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നു. ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഫെബ്രുവരി 2. ഫെബ്രുവരി 2 ഔദ്യോഗികമായിട്ട് തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങുന്നത് 1997 മുതലാണ്. 1997 മുതലാണ് ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായിട്ട് ഔദ്യോഗികമായിട്ട് ആചരിക്കാനായിട്ട് തുടങ്ങിയത്. ഔദ്യോഗികമായിട്ട് എന്നുള്ളത് സ്ട്രെസ് ചെയ്ത് പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതിനു മുമ്പും തണ്ണീർത്തട ദിനമായിട്ട് ഫെബ്രുവരി 2 ആചരിക്കുമെങ്കിലും അത് ഒഫീഷ്യലായിട്ട് ആചരിക്കാൻ തുടങ്ങുന്നത് 1997 മുതലാണ്. തണ്ണീർത്തടങ്ങളുടെ കാര്യം പറയുമ്പോൾ ലോകത്തെ പല ഭാഗത്തായിട്ട് പല ഭൂഖണ്ഡങ്ങളിലായിട്ട് ഒരുപാട് തണ്ണീർത്തടങ്ങളുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ തണ്ണീർത്തടങ്ങൾ അല്ലെങ്കിൽ റംസാർ കേന്ദ്രങ്ങൾ എന്ന് നമ്മൾ പറയും. റംസാർ കേന്ദ്രങ്ങൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് യുണൈറ്റഡ് കിങ്ഡം ആണ്, UK ആണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ തണ്ണീർത്തടങ്ങളുള്ള രാജ്യം ഏതാണ്? യുണൈറ്റഡ് കിങ്ഡം അഥവാ UK ആണ്. ഇന്ത്യയിലും റംസാർ കേന്ദ്രങ്ങളുണ്ട്. അതായത് റംസാർ പട്ടികയിൽ ഇടം പിടിച്ച കേന്ദ്രങ്ങൾ
ഇന്ത്യയിലുമുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് കേരളത്തിലെ റംസാർ കേന്ദ്രങ്ങൾ എത്ര എണ്ണം എന്ന് ചോദിച്ചാൽ 3 റംസാർ സൈറ്റുകളാണ് കേരളത്തിലുള്ളത്. കേരളത്തിലെ റംസാർ സൈറ്റുകൾ എത്രയാണ്? 3 എണ്ണമാണ്. അത് 3ഉം കായലുകളാണ്. ഏതാണ് ആ 3 കായലുകൾ? വേമ്പനാട് കായല്, അഷ്ടമുടി കായല്, ശാസ്താംകോട്ട കായൽ. അപ്പോൾ റംസാർ പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ കായൽ ഏത് എന്ന് ചോദിച്ചാൽ വേമ്പനാട് ഉത്തരമാണ്, അഷ്ടമുടി കായൽ ഉത്തരമാണ്, ശാസ്താംകോട്ട കായൽ ഉത്തരമാണ്. അതായത് ഇവയെല്ലാം ഉത്തരമാണ്. എന്നാണ് വേമ്പനാട് കായലിനെയും അഷ്ടമുടി കായലിനെയും ശാസ്താംകോട്ട കായലിനെയും റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് എന്ന് ചോദിച്ചാൽ അത് 2002-ലാണ്. ഓർത്തു വെക്കുക, 971-ലാണ് റംസാർ ഉടമ്പടി. 997 മുതലാണ് ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത്. 2002-ലാണ് ഈ പറഞ്ഞ 3 കായലുകളെയും എന്ത് ചെയ്തത്? റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് എന്നുള്ള കാര്യം അവിടെ ഓർക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. കേരളത്തിലെ ആകെ എത്ര കായലുകളുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ സ്വാഭാവികമായിട്ടും പറയുന്ന ഉത്തരമാണ് 34 കായലുകളുണ്ട്, അല്ലേ? കേരളത്തിൽ എത്ര നദിയുണ്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും 44 നദികളുണ്ട്. അതിൽ 41 പടിഞ്ഞാറോട്ടൊഴുകുന്നു, 3 കിഴക്കോട്ടൊഴുകുന്നു എന്ന് പറയും. അതുപോലെ കേരളത്തിൽ എത്ര കായലുകളുണ്ടെന്ന് ചോദിച്ചാൽ 34 കായലുകളുണ്ട്. എന്നിട്ട് അതിനകത്തൊരു വർഗീകരണമുണ്ട്. അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന വർഗീകരണമാണ്. ഇതിൽ കടലുമായി ബന്ധമുള്ള കായലുകളുടെ എണ്ണം എത്ര? 27. കടലുമായി ബന്ധമുള്ളത് എത്ര എന്ന് ചോദിച്ചാൽ 27. 7 എണ്ണത്തിന് നമ്മൾ ഉൾനാടൻ ജലാശയങ്ങൾ എന്ന് പറയും. ഉൾനാടൻ ജലാശയങ്ങൾ. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡെഫിനേഷൻ വീണ്ടും ആവശ്യമായിട്ട് വരുന്നത്. എന്താണ് കായലിന് കൊടുത്തിരിക്കുന്ന നിർവചനം? കടലുമായിട്ട് സ്ഥിരമായിട്ടോ താൽക്കാലികമായിട്ടോ ബന്ധമുള്ളതും ഒരു നദിയെങ്കിലും ഒഴുകിയെത്തുന്നതുമായിട്ടുള്ള ഒരു ജലസഞ്ചയത്തെയാണ് നമ്മൾ കായൽ എന്ന് പറയുന്നത്, അല്ലെ? ഇതിലെ കടലുമായി ബന്ധമുള്ളത് എത്ര എണ്ണമേ ഉള്ളൂ? 27 എണ്ണം മാത്രമേ ഉള്ളൂ. 27 എണ്ണം മാത്രം, അല്ലെ? ഇപ്പൊ ഈ പറഞ്ഞ കായൽ എന്ന് പറയുന്ന ഈ 34 എണ്ണത്തിന്റെ കൂട്ടത്തിലാണ് നമ്മൾ പൂക്കോട് തടാകത്തെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം പൂക്കോട് തടാകം. പൂക്കോട് തടാകം എവിടെയാണ്? അത് വയനാട്ടിലാണ്, അല്ലേ? പൂക്കോട് തടാകം വയനാട്ടിലാണ്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്, വയനാടിന് കടൽ തീരമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പൂക്കോട് കടൽ തീരവുമായിട്ട് ബന്ധമുള്ള ഒന്നല്ല. പക്ഷേ നമ്മൾ 34 കായൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏതിനെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്? പൂക്കോട് തടാകത്തെയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിന് നമ്മൾ പറയുന്നത് ഉൾനാടൻ ജലാശയങ്ങൾ എന്നാണ്. ഇനി എൻ്റെ വീട്ടിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു കായലുണ്ട്. അതാണ് വെള്ളായണി കായൽ. വെള്ളായണി കായലിൻ്റെ കാര്യം പറയുമ്പോൾ ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അതിന് കടലുമായിട്ട് ബന്ധമില്ല. വെള്ളായണി കായലിന് കടലുമായിട്ട് ബന്ധമില്ല. അതിനകത്തോട്ട് ഒരു നദിയും ഒഴുകി വരുന്നുമില്ല. പക്ഷെ അതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? കായൽ എന്നാണ് വിളിക്കുന്നത്, അല്ലെ? വെള്ളായണി കായൽ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ? കടലുമായിട്ട് ബന്ധമുള്ളതല്ല. അപ്പം നമ്മൾ കായൽ എന്ന് പറയുന്നതിനകത്ത് ചില വ്യത്യാസങ്ങളുണ്ട്. ചില സാങ്കേതികമായിട്ടുള്ള ചില വ്യത്യാസങ്ങളുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുക, അല്ലെങ്കിൽ സംശയങ്ങൾ വരും. അപ്പോൾ കേരളത്തിലെ ആകെ കായലുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 34ആണ്. കടലുമായി ബന്ധമുള്ളത് 27ആണ്. ഉൾനാടൻ ജലാശയങ്ങൾ 7ആണ്. ഉൾനാടൻ ജലാശയങ്ങൾ 7ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. കായൽ പഠിക്കുമ്പോൾ അറിയേണ്ടതാണ് എന്താണ് അഴി, എന്താണ് പൊഴി, അല്ലെ? എന്താണ് അഴി എന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു കായലും കടലുമായിട്ടൊരു ബന്ധമുണ്ട്, അല്ലെ? കായലും കടലുമായി ബന്ധപ്പെടുന്ന ഭാഗം, കായല് കടലിലോട്ട് ചേരുന്ന ഭാഗം, അതിനെയാണ് നമ്മൾ അഴി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞത് ഇങ്ങനെയാണ്, സ്ഥിരമായിട്ടോ താൽക്കാലികമായിട്ടോ ബന്ധമുള്ള എന്നാണ്. അപ്പൊ കായലും കടലുമായിട്ട് ചേരുന്ന ഭാഗത്തെയാണ് നമ്മൾ അഴി എന്ന് പറയുന്നത്. കായലും കടലുമായിട്ട് വേർതിരിയുന്ന ഭാഗം, കായലും കടലുമായിട്ട് വേർതിരിച്ചിരിക്കുന്ന ഭാഗം, അതിന് നമ്മൾ പൊഴി എന്ന് പറയും. ചില സമയത്ത് കടലിൽ നല്ല തിരമാലയൊക്കെ ഉണ്ടാവുമ്പോൾ മണ്ണടിഞ്ഞു കൂടി പൊങ്ങി നിൽക്കും. അപ്പോൾ നേരത്തെ ഒഴുകി വരുന്ന ആ ജലാശയം കടലിലോട്ട് ചെല്ലത്തില്ല, അപ്പോൾ വേർതിരിഞ്ഞ് നിൽക്കും. അപ്പോൾ അതിന് നമ്മൾ പറയും പൊഴി. നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് വെള്ളം ഒരുപാട് കൂടുമ്പോൾ, കായലിൽ വെള്ളം ഒരുപാട് കൂടുമ്പോഴത്തേക്കും ഈ പൊഴി മുറിയാറുണ്ട്. പൊഴി മുറിഞ്ഞ് കായൽ കടലിൽ ചെന്ന് ചേരാറുമുണ്ട്. അപ്പോൾ അഴി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ കായലും കടലും കൂടിച്ചേരുന്ന ഭാഗമാണ് അഴി. കായലിനെയും കടലിനെയും
വേർതിരിക്കുന്ന ഭാഗമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? പൊഴി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട കായലുകളിലോട്ട് വരാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വേമ്പനാട്ട് കായൽ അല്ലെ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ എന്ന് നമുക്ക് പറയാം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തടാകം എന്ന് പറയാം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തടാകം അല്ലെ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട് കായൽ. ആ വേമ്പനാട് കായലിന്റെ വിസ്തീർണം എത്രയാണെന്ന് ചോദിച്ചാൽ 205 ചതുരശ്ര കിലോമീറ്റർ ആണ്. വേമ്പനാട് കായലിന്റെ വിസ്തീർണം എന്ന് പറയുമ്പോൾ വേമ്പനാട് കായലിൽ ആ ജലസഞ്ചയമുള്ള ഭാഗം അതിൻ്റെ മാത്രം വിസ്തീർണമാണ്. വേമ്പനാട് കായലുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രദേശങ്ങളുണ്ട്. അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ 1000-ന് മുകളിലാണ് വിസ്തീർണം. ഇവിടെ ഇപ്പോൾ പറഞ്ഞത് എന്താണ്? വേമ്പനാട് കായലിൽ ജലസഞ്ചയമുള്ള ആ ഭാഗത്തിൻ്റെ കാര്യം മാത്രം പറയുമ്പോൾ 205 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഒരു പക്ഷേ പരീക്ഷയ്ക്ക് ചോയ്സിനകത്ത് 205 ചതുരശ്ര കിലോമീറ്റർ എന്ന് കണ്ടില്ലെങ്കിൽ 213 ചതുരശ്ര കിലോമീറ്റർ കൊടുത്തിരിക്കും. എങ്കിൽ അതാണ് ഉത്തരം. എന്തായാലും ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കായലുകളുടെയൊക്കെ വിസ്തീർണം കുറഞ്ഞു വരികയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ വേണ്ടി മണ്ണിട്ട് നികത്തി നമ്മുടെ കായലുകളുടെ വിസ്തീർണം കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് 205 ചതുരശ്ര കിലോമീറ്റർ ആണ് വേമ്പനാട്ട് കായലിലെ ജലസഞ്ചയം ഉൾക്കൊള്ളുന്ന ഭാഗത്തിൻ്റെ ആകെ വിസ്തീർണം എന്ന് മനസ്സിലാക്കി വെക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കാനായിട്ട് കൊള്ളാം. 205 കണ്ടില്ലെങ്കിൽ 213.5 ചതുരശ്ര കിലോമീറ്റർ എന്ന് കൊടുത്തിരിക്കും. എങ്കിൽ അതാണ് ഉത്തരം. ഇനി അത് കഴിഞ്ഞിട്ട് വേമ്പനാട്ട് കായലിന്റെ കാര്യം പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് ദേശീയ ജലപാത 3. ദേശീയ ജലപാത 3 അത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണല്ലോ. ദേശീയ ജലപാത 1 നമുക്കറിയാം അലഹബാദിനെ, ഉത്തർപ്രദേശിലെ അലഹബാദിനെ ഹാൽഡിയയുമായി ബന്ധിപ്പിക്കുന്നു. ഹാൽഡിയ ബംഗാളിലാണ്. ബംഗാളിലെ ഹാൽഡിയയുമായിട്ട് ബന്ധിപ്പിക്കുന്നു ദേശീയ ജലപാത 1 അല്ലേ. ഇനി അത് കഴിഞ്ഞിട്ട് ദേശീയ ജലപാത 2 നമുക്കറിയാം, അത് ആസാമിലാണ്. സാദിയ എന്ന് പറയുന്ന ആസാമിലെ ഒരു സ്ഥലത്തെ എവിടെയുമായിട്ട് ബന്ധിപ്പിക്കുന്നു? ദുബ്രി എന്ന് പറയുന്ന സ്ഥലവുമായിട്ട് ബന്ധിപ്പിക്കുന്നു. അത് ബ്രഹ്മപുത്ര നദിയിലാണ്. മറ്റത് ഗംഗാ നദിയിലാണ്. അലഹബാദ് ഹാൽഡിയ ഗംഗാ നദിയിലാണ് അല്ലെ. അതേസമയം സാദ്യ ദുബ്രി ഏത് നദിയിലാണ്? അത് ബ്രഹ്മപുത്ര നദിയിലാണ് അല്ലെ. ഇവിടെ ഇപ്പോ പറഞ്ഞത് എന്താണ്? ദേശീയ ജലപാത 3. ദേശീയ ജലപാത 3 ഏതിനെയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ കൊല്ലത്തെ കോട്ടപ്പുറവുമായി ബന്ധിപ്പിക്കുന്ന ജലപാതയാണ് ദേശീയ ജലപാത 3. കൊല്ലത്തെ കോട്ടപ്പുറവുമായിട്ട് ബന്ധിപ്പിക്കുന്നു. കൊല്ലത്ത് അത് തുടങ്ങുന്നത് അഷ്ടമുടി കായലിൽ നിന്നാണ് ദേശീയ ജലപാത 3 ആരംഭിക്കുന്നത്. അഷ്ടമുടി കായൽ കൊല്ലത്ത് നിന്ന് തുടങ്ങുന്നു. അത് എവിടം വരെ ചെല്ലുന്നു? കോട്ടപ്പുറം വരെ ചെല്ലുന്നു. അതായത് കോഴിക്കോട് വരെ ചെല്ലുന്നു. അപ്പൊ ആ പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ ദൂരം ഇത് കടന്നു പോകുന്നത് ഏത് കായലിലൂടെയാണ് എന്ന് ചോദിച്ചാൽ വേമ്പനാട് കായലിലൂടെയാണ്. കൊല്ലം കോട്ടപ്പുറ ദേശീയപാത ഏറ്റവും കൂടുതൽ ദൂരം കടന്നു പോകുന്നത് ഏത് കായലിലൂടെയാണ് എന്ന് ചോദിച്ചാൽ വേമ്പനാട് കായലിലൂടെയാണ് അല്ലെ. ഏറ്റവും നീളം കൂടിയ ഇന്ത്യയിലെ തന്നെ കായലാണ്, തടാകമാണ് ഏത്? വേമ്പനാട് കായൽ അല്ലെ. അപ്പൊ ഏറ്റവും കൂടുതൽ ദൂരം ദേശീയ ജലപാത 3 കടന്നു പോകുന്നത് ഏത് കായലിലൂടെ? വേമ്പനാട് കായലിലൂടെ. അതിന്റെ തുടക്കം എവിടെ നിന്നാണ്? അഷ്ടമുടി കായലിൽ നിന്നാണ്. ദേശീയ ജലപാത 3 വേറൊരു പേരും കൂടി അതിന് പറയും, വെസ്റ്റ് കോസ്റ്റ് കനാൽ. വെസ്റ്റ് കോസ്റ്റ് കനാൽ അഥവാ ദേശീയ ജലപാത 3 മൊത്തം നീളം എന്ന് പറയുന്നത് 328 കിലോമീറ്റർ ആണ്. 328 കിലോമീറ്റർ ആണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞതാണ്. 328 കിലോമീറ്റർ ആണ് ഏതിൻ്റെ? കൊല്ലം കോട്ടപ്പുറം ദേശീയ ജലപാതയുടെ ആകെ നീളം 328 കിലോമീറ്റർ ആണ്. അതിൽ 168 കിലോമീറ്റർ മാത്രമേ ഇപ്പോൾ ഗതാഗത യോഗ്യമായിട്ടുള്ളൂ. 168 കിലോമീറ്റർ മാത്രം. ബാക്കി 160 കിലോമീറ്റർ ദൂരം കൂടി ഗതാഗത യോഗ്യമാക്കേണ്ടതുണ്ട്. ഇപ്പോൾ എത്രയാണ്? 168 കിലോമീറ്റർ മാത്രമാണ് അതിനകത്ത് ഗതാഗത യോഗ്യമായിട്ടുള്ളത്. ആകെ നീളം 328 കിലോമീറ്റർ ആണ്. അപ്പോൾ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് നമ്പർ കാണും. അതുകൊണ്ട് അതിനകത്ത് വ്യക്തത വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞത്. ഇനി അത് കഴിഞ്ഞിട്ട് വേമ്പനാട് കായൽ എത്ര ജില്ലകളിലൂടെ കടന്നു പോകുന്നു? വേമ്പനാട് കായൽ എത്ര ജില്ലകളിലൂടെ കടന്നു പോകുന്നു, അല്ലെങ്കിൽ എത്ര ജില്ലകളിലായിട്ട് വ്യാപിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ 3 ജില്ലകളിലായിട്ട് വ്യാപിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ് ആ 3 ജില്ലകൾ? ഒന്ന് ആലപ്പുഴ ജില്ല,
വേറൊന്ന് കോട്ടയം ജില്ല, അത് കഴിഞ്ഞിട്ട് എറണാകുളം ജില്ല. 3 ജില്ലകളിലായിട്ട് വേമ്പനാട് കായൽ വ്യാപിച്ചിരിക്കുന്നു അല്ലെ. അതിൽ ഏറ്റവും കൂടുതൽ ദൂരം വ്യാപിച്ചിരിക്കുന്നത് ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ കോട്ടയം ജില്ലയിലാണ്. വേമ്പനാട്ട് കായൽ ഏറ്റവും കൂടുതൽ ദൂരം വ്യാപിച്ചിരിക്കുന്നത് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ കോട്ടയം ജില്ലയിലാണ്. അതുപോലെ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കണം. വേമ്പനാട്ട് കായലിൻ്റെ വടക്ക് ഭാഗം, വേമ്പനാട്ട് കായലിൻ്റെ വടക്ക് ഭാഗമാണ് കൊച്ചി കായൽ അല്ലെങ്കിൽ വീരാൻപുഴ എന്നറിയപ്പെടുന്നത്. വേമ്പനാട്ട് കായലിൻ്റെ വടക്ക് ഭാഗം കൊച്ചി കായൽ അല്ലെങ്കിൽ വീരാൻപുഴ എന്ന് അറിയപ്പെടും. അതേസമയം വേമ്പനാട്ട് കായലിൻ്റെ ആലപ്പുഴ ഭാഗം അറിയപ്പെടുന്നത് കൈതപ്പുഴ കായൽ എന്നാണ്. വേമ്പനാട്ട് കായലിൻ്റെ ആലപ്പുഴ ഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു? കൈതപ്പുഴ കായൽ എന്നറിയപ്പെടുന്നു. അതേസമയം വേമ്പനാട്ട് കായലിൻ്റെ ഏത് ഭാഗം? കുട്ടനാട് ഭാഗം പുന്നമടക്കായൽ എന്നറിയപ്പെടും. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കണം. വടക്ക് ഭാഗം, വേമ്പനാട്ട് കായലിൻ്റെ വടക്ക് ഭാഗം അറിയപ്പെടുന്നത് കൊച്ചി കായൽ അല്ലെങ്കിൽ വീരാൻപുഴ എന്നാണ്. ആലപ്പുഴ ഭാഗം അറിയപ്പെടുന്നത് കൈതപ്പുഴ കായൽ എന്നാണ്. കുട്ടനാട് ഭാഗം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? പുന്നമട കായൽ അല്ലെ. നെഹ്റു ട്രോഫി വള്ളംകളിയൊക്കെ നടക്കുന്നത് ഈ പുന്നമട കായലിലാണ് എന്നുള്ള കാര്യം അവിടെ ഓർക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേമ്പനാട്ട് കായലിലെ ദ്വീപുകളിലോട്ട് വരാം. വേമ്പനാട്ട് കായലിലെ പ്രധാനപ്പെട്ട ദ്വീപുകളിലൊന്ന് വെല്ലിംഗ്ടൺ ദ്വീപ്, പാതിരാമണൽ ദ്വീപ്, പിന്നെ അത് കഴിഞ്ഞിട്ട് വൈപ്പിൻ ദ്വീപ്. നമുക്ക് അറിയാവുന്നതാണ് വെല്ലിംഗ്ടൺ ദ്വീപ്, പാതിരാമണൽ ദ്വീപ്, വൈപ്പിൻ ദ്വീപ്. അതിനു പുറമെ വല്ലാർപാടം ദ്വീപ്, ബോൾഗാട്ടി ദ്വീപ്, രാമൻതുരത്ത്. ഇതൊക്കെ ഏത് കായലിലാണെന്ന് ചോദിച്ചാൽ വേമ്പനാട്ട് കായലിലാണ്. പരീക്ഷയ്ക്ക് സാധാരണഗതിയിൽ ചോദിക്കുന്നതാണ്. പ്രധാനപ്പെട്ട ദ്വീപുകളാണ് വെല്ലിംഗ്ടൺ ദ്വീപ്, പാതിരാമണൽ ദ്വീപ്, വൈപ്പിൻ ദ്വീപ്, പിന്നെ അത് കഴിഞ്ഞിട്ട് വല്ലാർപാടം, ബോൾഗാട്ടി, രാമൻതുരത്ത്. ഇതൊക്കെ എവിടെയാണെന്ന് ചോദിച്ചാൽ ഏതിലാണ്? വേമ്പനാട്ട് കായലിലാണ്. അതിലെ ഏറ്റവും വലിയ ദ്വീപ്, വേമ്പനാട്ട് കായലിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതെന്ന് ചോദിച്ചാൽ വെല്ലിംഗ്ടൺ ദ്വീപാണ്. വേമ്പനാട്ട് കായലിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതെന്ന് ചോദിച്ചാൽ വെല്ലിംഗ്ടൺ ദ്വീപാണ്. വെല്ലിംഗ്ടൺ ദ്വീപ് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാം? കൊച്ചിയിലാണ് അല്ലെ. നമ്മുടെ കൊച്ചി തുറമുഖം ഉണ്ടാക്കുന്ന സമയത്ത് ഒരു മണ്ണുമാന്തി കപ്പൽ ഉണ്ടായിരുന്നു. ആ കപ്പലിന്റെ പേരാണ്, മണ്ണുമാന്തി കപ്പലിന്റെ പേരായിരുന്നു ലേഡി വെല്ലിംഗ്ടൺ. ആ കപ്പലിന്റെ പേരിൽ നിന്നാണ് ആ വെല്ലിംഗ്ടൺ എന്ന ആ ദ്വീപിന് പേര് വന്നത്. ആ മണ്ണുമാന്തി കപ്പൽ ലേഡി വെല്ലിംഗ്ടൺ അല്ലെ, വെല്ലിംഗ്ടൺ ദ്വീപ്. അപ്പൊ ഒരു കാര്യം അവിടെ മനസ്സിലാവും. എന്താണ്? വെല്ലിംഗ്ടൺ ദ്വീപ് എന്ന് പറയുന്നത് ഒരു കൃത്രിമ ദ്വീപാണ്. കൊച്ചി തുറമുഖം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് മണ്ണ് വാരി ഇട്ടപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ദ്വീപാണ്. അപ്പൊ അത് പ്രകൃത്യാലുള്ള ഒരു ദ്വീപല്ല, അതൊരു കൃത്രിമ ദ്വീപാണ്. ഇവിടെ വേറൊരു കാര്യം കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കുക. കൊച്ചി തുറമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? റോബർട്ട് ബ്രിസ്റ്റോയാണ്. കൊച്ചി തുറമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് റോബർട്ട് ബ്രിസ്റ്റോയാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ തന്നെ കായലുമായി ബന്ധപ്പെട്ട ഒരു തുറമുഖമാണ് ഏത്? കൊച്ചി തുറമുഖം. അതായത് ഇന്ത്യയിലെ 13 മേജർ തുറമുഖങ്ങൾ, അതിലെ ഏക തടാകജന്യ തുറമുഖമാണ് കൊച്ചി തുറമുഖം. ഇന്ത്യയിലെ 13 മേജർ തുറമുഖങ്ങളിൽ ഏക തടാകജന്യ തുറമുഖം ഏതെന്ന് ചോദിച്ചാൽ കൊച്ചി തുറമുഖമാണ്. അതുപോലെ വേറൊരു ചോദ്യമുണ്ട്, ഇന്ത്യയിലെ ഏക നദീജന്യ തുറമുഖം. ഇന്ത്യയിലെ ഏക നദീജന്യ തുറമുഖം ഏതെന്ന് ചോദിച്ചാൽ കൽക്കട്ട തുറമുഖമാണ്. നമുക്കറിയാം ഹൂഗ്ലി നദിയുമായിട്ട് കൽക്കട്ട തുറമുഖത്തിന് വലിയ ബന്ധമുണ്ട് അല്ലെ. ഇന്ത്യയിലെ ഏക നദീജന്യ തുറമുഖമാണ് കൽക്കട്ട തുറമുഖം. അതേസമയം ഇന്ത്യയിലെ ഏക തടാകജന്യ തുറമുഖമാണ് ഏത് തുറമുഖം? കൊച്ചി തുറമുഖം. അതായത് വേമ്പനാട്ട് കായലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന തുറമുഖമാണ്. കൊച്ചി തുറമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? റോബർട്ട് ബ്രിസ്റ്റോ. അപ്പോൾ വെല്ലിംഗ്ടൺ ദ്വീപ് വേമ്പനാട്ട് കായലിലെ ഏറ്റവും വലിയ ദ്വീപ്. അത് എന്താണ്? ഒരു കൃത്രിമ ദ്വീപാണ്. അതേസമയം വേമ്പനാട്ട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപ് എന്ന് ചോദിച്ചാൽ വെല്ലിംഗ്ടൺ ദ്വീപ് എന്ന് പറയരുത്. നിങ്ങൾ പറയില്ല, ഇനി പറയത്തില്ല അല്ലെ. ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപ് എന്ന് ചോദിച്ചാൽ അത് പാതിരാമണൽ ദ്വീപാണ്. വേമ്പനാട്ട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപ് എന്ന് ചോദിച്ചാൽ അത് പാതിരാമണൽ ദ്വീപാണ്, പാതിരാമണൽ ദ്വീപ്. അതേസമയം വേറൊരു ചോദ്യത്തിന് ഒരു സാധ്യത ആ ഭാഗത്തുണ്ട്. നമ്മുടെ ഈ വേമ്പനാട്ട് കായലിലെ
ഏറ്റവും ജനസാന്ദ്രതയുള്ള ജനസംഖ്യയുള്ള ദ്വീപ് എന്ന് ചോദിച്ചാൽ അത് വൈപ്പിൻ ദ്വീപാണ്. പാതിരാമണൽ ദ്വീപില് ജനവാസമില്ല. അതേസമയം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജനസാന്ദ്രതയുള്ള ദ്വീപ് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? വൈപ്പിൻ ദ്വീപാണ്. വൈപ്പിൻ ദ്വീപ്. അപ്പൊ അത് മൂന്നെണ്ണം ഓർത്തു വയ്ക്കുക. വേമ്പനാട്ട് കായലിലെ ഏറ്റവും വലിയ ദ്വീപ് വെല്ലിംഗ്ടൺ ദ്വീപ്. വേമ്പനാട്ട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപ് എന്ന് ചോദിച്ചാൽ പാതിരാമണൽ ദ്വീപ്. പാതിരാമണൽ ദ്വീപ് ആലപ്പുഴയിലാണ്. ആലപ്പുഴയ്ക്കടുത്ത് മുഹമ്മയിലാണ് ഏത്? പാതിരാമണൽ ദ്വീപ് അല്ലെ. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജനസാന്ദ്രതയുള്ള വേമ്പനാട്ട് കായലിലെ ദ്വീപ് ഏതാണ്? അത് വൈപ്പിൻ ദ്വീപാണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ഓർക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേമ്പനാട്ട് കായലിന്റെ കാര്യം പറയുമ്പോൾ ആ ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടിയുണ്ട്. തണ്ണീർമുക്കം ബണ്ട്. തണ്ണീർമുക്കം ബണ്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ ആലപ്പുഴ ജില്ലയിലാണ് തണ്ണീർമുക്കം ബണ്ട്. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത് 1975 തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത് 1975. അപ്പൊ എന്താണ് തണ്ണീർമുക്കം ബണ്ടിന്റെ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, സമുദ്രനിരപ്പിൽ നിന്നും വളരെ താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട് ഭാഗമൊക്കെ അല്ലെ. സമുദ്രനിരപ്പിൽ നിന്ന് വളരെ താഴ്ന്നു നിൽക്കുന്ന പ്രദേശമാണ്. അപ്പോൾ വെള്ളം കയറാനുള്ള സാധ്യത എവിടെ നിന്ന്? കടലിൽ നിന്ന് ഈ ഭാഗത്തോട്ട് വെള്ളം കയറാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൃഷിയൊക്കെ നശിക്കും. അപ്പോൾ കുട്ടനാട് ഭാഗത്തെ, ആലപ്പുഴ ഭാഗത്തെ കൃഷിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ട ബണ്ടാണ് ഏത്? തണ്ണീർമുക്കം ബണ്ട്. അപ്പൊ തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചത് 1975. അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? കുട്ടനാട്ടിലെ കൃഷിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. കുട്ടനാട്ടിലെ കൃഷിയെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിലെ ഉപ്പുവെള്ളത്തിൽ നിന്ന് സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നിർമ്മിച്ചിരിക്കുന്ന ബണ്ടാണ് ഏത്? തണ്ണീർമുക്കം ബണ്ട്. ഇനി അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ആ ഭാഗത്തുണ്ട്. തോട്ടപ്പള്ളി സ്പിൽവേ. തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചത് എന്നാന്ന് ചോദിച്ചാൽ 1954. തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിക്കുന്നത് 1954. ചില പുസ്തകങ്ങളിൽ 55 കാണും. ഏതെങ്കിലും ഒരെണ്ണമേ പരീക്ഷയ്ക്ക് ചോയ്സിലുണ്ടാവൂ. തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിക്കപ്പെടുന്നത് 1954. നമ്മൾ കൊല്ലത്ത് നിന്ന് ആലപ്പുഴയിലോട്ട് ദേശീയപാതയിലൂടെ വരുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും തോട്ടപ്പള്ളി സ്പിൽവേ. കൊല്ലത്ത് നിന്ന് ആലപ്പുഴയിലോട്ട് വരുമ്പോൾ ആലപ്പുഴയിൽ എത്തുന്നതിന് മുമ്പാണ്, ആലപ്പുഴയ്ക്ക് ഒരു 20 കിലോമീറ്റർ പിറകിലായിട്ടാണ് ഏത് വരുന്നത്? തോട്ടപ്പള്ളി സ്പിൽവേ വരുന്നത്. തോട്ടപ്പള്ളി സ്പിൽവേ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ കുട്ടനാട്ടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കുക എന്നുള്ളതാണ് തോട്ടപ്പള്ളി സ്പിൽവേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുട്ടനാട്ടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കുക. അതായത് വെള്ളം നിറയുമ്പോൾ സ്പിൽവേ തുറന്ന് കൂടുതൽ വെള്ളത്തിനെ ഒഴുക്കിക്കളയും. അപ്പൊ അതാണ് തോട്ടപ്പള്ളി സ്പിൽവേ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ രണ്ട് കാര്യങ്ങൾ. തണ്ണീർമുക്കം ബണ്ട് എന്തിനാണെന്ന് ചോദിച്ചാൽ കടൽ വെള്ളം, ഉപ്പുവെള്ളം കുട്ടനാട്ടിലെ ആലപ്പുഴയിലെ കൃഷിയെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതേസമയം തോട്ടപ്പള്ളി സ്പിൽവേ എന്ന് പറയുന്നത് കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളത്തെ പെട്ടെന്ന് ഒഴുക്കിക്കളയാൻ വേണ്ടിയിട്ടാണ് ഏത്? തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചത്. അപ്പൊ ഇത് രണ്ടും നിർമ്മിച്ചത് എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. 975, വേറൊന്ന് 954. തണ്ണീർമുക്കം ബണ്ട് 975, തോട്ടപ്പള്ളി സ്പിൽവേ 954. അപ്പൊ വേമ്പനാട്ട് കായലിന്റെ കാര്യത്തിൽ അത്രയും മനസ്സിലാക്കി വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു കായലിലോട്ട്, അഷ്ടമുടി കായൽ. നമ്മൾ ആദ്യം മനസ്സിലാക്കിയ കാര്യമാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ കായൽ എന്ന് പറയുന്നത് അഷ്ടമുടി കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായലാണ് അഷ്ടമുടി കായൽ. അഷ്ടമുടി കായലിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ആഴമുള്ള കായലാണ്. ഏറ്റവും കൂടുതൽ ആഴമുള്ള കേരളത്തിലെ കായൽ ഏതെന്ന് ചോദിച്ചാൽ അഷ്ടമുടി കായലാണ് അല്ലെ. കേരളത്തിലെ ഏറ്റവും ആഴമുള്ള നദിയാണ് കുപ്പം പുഴ. കണ്ണൂർ ജില്ലയിലെ കുപ്പം പുഴ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കായലുകളിൽ ഏറ്റവും ആഴമുള്ള കായൽ എന്ന് പറയുന്നത് അഷ്ടമുടി കായലാണ്. കേരളത്തിലെ കായലുകളിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ. ഈ കായലിനെ വിശേഷിപ്പിക്കാറുണ്ട് ഗേറ്റ് വേ ടു ദി ബാക്ക് വാട്ടർ ഓഫ് കേരള. ഗേറ്റ് വേ ടു ദി ബാക്ക് വാട്ടർ ഓഫ് കേരള എന്നറിയപ്പെടുന്ന കായൽ ഏതെന്ന് ചോദിച്ചാൽ അഷ്ടമുടി കായലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, കൊല്ലം കോട്ടപ്പുറം ദേശീയപാത അതിന്റെ തുടക്കം, കൊല്ലത്ത് തുടക്കം ഏത് കായലിൽ നിന്നാണ്? അഷ്ടമുടി കായലിൽ നിന്നാണ്. ഗേറ്റ് വേ ടു ദി ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള. ഈ കായൽ വേറൊരു പേരിൽ കൂടി അറിയപ്പെടും ആശ്രാമം കായൽ. ആശ്രാമം കായൽ എന്നറിയപ്പെടുന്ന കായൽ ഏതെന്ന് ചോദിച്ചാൽ
അഷ്ടമുടി കായലാണ്. ആശ്രാമം കായൽ എന്നറിയപ്പെടുന്നത് അഷ്ടമുടി കായലാണ്. പരീക്ഷയ്ക്ക് സാധാരണഗതിയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പനയോലയുടെ ആകൃതിയിലുള്ള അല്ലെങ്കിൽ ഒരു നീരാളിയുടെ ആകൃതിയിലുള്ള കായൽ ഏതാണ്? കേരളത്തില് പനയോലയുടെ ആകൃതിയിലുള്ള അല്ലെങ്കിൽ ഒരു നീരാളിയുടെ ആകൃതിയിലുള്ള കായൽ ഏതെന്ന് ചോദിച്ചാൽ അത് അഷ്ടമുടി കായലാണ്. നമ്മൾ നദികളെ കുറിച്ച് പഠിച്ച സമയത്ത് പഠിച്ചതാണ്, കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു നദിയാണ് കല്ലടയാറ്, അല്ലെ? ആ കല്ലടയാറ് വന്ന് പതിക്കുന്ന കായൽ ഏത് എന്ന് ചോദിച്ചാൽ അത് അഷ്ടമുടി കായലാണ്. അഷ്ടമുടി കായലിന്റെ കാര്യം പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മൺട്രോ തുരുത്ത് ഏത് കായലിലാണ്? അഷ്ടമുടി കായലിലാണ്. മൺട്രോ തുരുത്ത് ഏത് കായലിലാണ്? അഷ്ടമുടി കായലിലാണ്. അതേസമയം രാമൻ തുരുത്ത് ഏത് കായലിലാണെന്ന് ചോദിച്ചാൽ അത് വേമ്പനാട്ട് കായലിലാണ്. മൺട്രോ തുരുത്ത് ഏത് കായലിലാണ്? അഷ്ടമുടി കായലിലാണ്. അവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, സാമ്പ്രാണിക്കൊടി. സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്നത് ഇപ്പോൾ കൂടുതൽ പേര് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അഷ്ടമുടി കായലിലെ ഒരു ഭാഗമാണ് സാമ്പ്രാണിക്കൊടി. നമ്മൾ നേരത്തെ പറഞ്ഞു അഷ്ടമുടി കായൽ ഏറ്റവും ആഴമുള്ള കായലാണെന്ന് പറഞ്ഞു, അല്ലെ? പക്ഷെ അഷ്ടമുടി കായലിന്റെ ഒരു ഭാഗത്ത് ഏറ്റവും ഉള്ളിൽ ആഴം വളരെ കുറവാണ്. പൊതുവേ അഷ്ടമുടി കായൽ വളരെ ആഴമുള്ള കായലാണ്. പക്ഷെ അഷ്ടമുടി കായലിന്റെ ഒരു ഭാഗത്ത് ഏറ്റവും ഉള്ളിൽ ആഴം വളരെ കുറവാണ്. അപ്പം നിങ്ങൾ ബോട്ടിലോ തോണിയിലോ ആ ഭാഗത്ത് പോയിട്ട് അവിടെ നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മുട്ടുവരെ മാത്രമേ വെള്ളം ഉണ്ടാവുള്ളൂ. അവിടെ നിങ്ങൾക്ക് നടക്കാം, പന്ത് കളിക്കാം. അപ്പം അങ്ങനെ ഒരുപാട് വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു സ്പോട്ടായിട്ട് മാറുകയാണ്. അതാണ് സാമ്പ്രാണിക്കൊടി. അപ്പോൾ സാമ്പ്രാണിക്കൊടി ഏത് കായലിലാണെന്നുള്ളത് ഇനിയുള്ള പരീക്ഷകൾക്ക് ചോദ്യമായിട്ട് വരും. അത് ഏതാണ്? അഷ്ടമുടി കായലാണ്. അപ്പോൾ സാമ്പ്രാണിക്കൊടി, മൺട്രോ തുരുത്ത് എന്നിവ ഏത് കായലാണെന്ന് ചോദിച്ചാൽ അഷ്ടമുടി കായലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം പെരുമൺ തീവണ്ടി ദുരന്തം 1988 ജൂലൈ 8 ഐലൻഡ് എക്സ്പ്രസ് എവിടെ വീഴുന്നത്? അഷ്ടമുടി കായലിൽ വീഴുന്നത്. അതാണ് പെരുമൺ ദുരന്തം. ഒരുപാട് പേരുടെ മരണത്തിന് കാരണമായിട്ടുള്ള പെരുമൺ തീവണ്ടി ദുരന്തം നടന്നത് ഏത് കായലിലാണ്? കായലെന്ന് പറയുമ്പോഴത്തേക്കും റെയിൽവേ പാളത്തിൽ കൂടെ തന്നെയാണ് പോയത്, പക്ഷെ തീവണ്ടി കായലിലോട്ട് മറിഞ്ഞു 1988 ജൂലൈ 8. അപ്പോൾ പെരുമൺ ദുരന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കായൽ ഏതെന്ന് ചോദിച്ചാലും ഏതാണ്? അഷ്ടമുടി കായലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് അഷ്ടമുടി കായൽ കടലുമായിട്ട് ചേരുന്ന ഭാഗം. അഷ്ടമുടി കായൽ കടലുമായി ചേരുന്ന ഭാഗം, അല്ലെ? കായൽ കടലുമായി ചേരുന്ന ഭാഗത്തെയാണ് നമ്മൾ അഴി എന്ന് പറയുന്നത്. കായൽ കടലുമായി ചേരുന്ന ഭാഗത്തെയാണ് അഴി എന്ന് പറയുന്നത്. അത് നീണ്ടകര അഴിയാണ്. അറിയപ്പെടുന്ന ഒരു മത്സ്യബന്ധന കേന്ദ്രം കൂടിയാണ് ഏത്? നീണ്ടകര അഴി, അല്ലെ? ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ്, മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റ് ഉണ്ട്, ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ്. അതിന്റെ കേന്ദ്രമാണ് നീണ്ടകര. ആ നീണ്ടകരയിൽ വച്ചിട്ടാണ് അഷ്ടമുടി കായൽ എവിടെ ചേരുന്നത്? കടലിൽ ചേരുന്നത്, അറബിക്കടലിൽ ചേരുന്നത്. അപ്പോൾ നീണ്ടകര അഴി. അത് പറയുമ്പോൾ വേറൊരു അഴി കൂടി മനസ്സിലാക്കി വെക്കുക, അന്ധകാരൻ അഴി. അന്ധകാരൻ അഴി ഏത് ജില്ലയിലാണെന്ന് ചോദിക്കും. അത് ആലപ്പുഴ ജില്ലയിലാണ്. നീണ്ടകര അഴി നമുക്കറിയാം, അത് കൊല്ലം ജില്ലയിലാണ്. അന്ധകാരൻ അഴി ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആലപ്പുഴ ജില്ലയിലാണ്. അന്ധകാരൻ അഴി ഒരു നോവലിന്റെ പേര് കൂടിയാണ്. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു നോവലാണ് അന്ധകാരൻ അഴി. കേരള സാഹിത്യ അക്കാദമിയുടെ മികച്ച നോവലിനുള്ള പുരസ്കാരം കിട്ടിയിട്ടുള്ള ഒരു നോവലാണ് അന്ധകാരൻ അഴി. ആ അന്ധകാരൻ അഴി എന്ന നോവൽ രചിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഈ സന്തോഷ് കുമാറാണ്. ആരാണ്? ഈ സന്തോഷ് കുമാറാണ് അന്ധകാരൻ അഴി എന്ന നോവൽ രചിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൈലന്റ് വാലിയെ കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്ത് പറഞ്ഞു, സൈലന്റ് വാലി അഥവാ നിശബ്ദ വനം എന്ന കവിത രചിച്ചത് പ്രൊഫസർ സുഗതകുമാരിയാണെന്ന് പറഞ്ഞു, അല്ലെ? സൈലന്റ് വാലി അഥവാ നിശബ്ദ വനം എന്ന കവിത രചിച്ചത് സുഗതകുമാരിയാണെന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പോൾ പറയുന്നു അന്ധകാരൻ അഴി, അങ്ങനെ ഒരു അഴിയുണ്ട്. അത് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ്. അന്ധകാരൻ അഴി എന്ന പേരിൽ ഒരു നോവലുണ്ട്. ആ നോവൽ രചിച്ചത് ഈ സന്തോഷ് കുമാറാണ്. അതൊന്ന് ഓർത്തു വെക്കാം, ചിലപ്പോൾ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടിയേക്കും. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു പ്രധാനപ്പെട്ട കായൽ ശാസ്താംകോട്ട കായൽ. ശാസ്താംകോട്ട കായൽ നമുക്കറിയാം
കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഏത്? ശാസ്താംകോട്ട കായൽ, അല്ലെ? ഏറ്റവും വലിയ ശുദ്ധജല തടാകം, കായലുകളുടെ റാണി എന്നറിയപ്പെടുന്നു. കായലുകളുടെ റാണി എന്നറിയപ്പെടുന്ന കായൽ ഏതാണ്? ശാസ്താംകോട്ട കായലാണ്, കായലുകളുടെ റാണി. ഇത് പറയുമ്പോൾ അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്നത് കൊച്ചിയാണെന്ന് നിങ്ങൾക്ക് അറിയാം. അറബിക്കടലിന്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന പട്ടണമാണ് കൊല്ലം എന്നുകൂടി മനസ്സിലാക്കി വെക്കുക. അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്നത് കൊച്ചിയാണ്. അതേസമയം അറബിക്കടലിന്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന പട്ടണം എന്ന് ചോദിച്ചാൽ കൊല്ലം പട്ടണമാണ്. ഇവിടെ ഇപ്പോൾ പറഞ്ഞത് ശാസ്താംകോട്ട കായൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല കായൽ അല്ലെങ്കിൽ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട കായൽ. ഇനി അവിടെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എഫ് ആകൃതിയിലുള്ള കായൽ അല്ലെങ്കിൽ തടാകം, എഫ് ആകൃതിയിലുള്ള കായൽ ഏത് എന്ന് ചോദിച്ചാൽ അത് ശാസ്താംകോട്ട കായലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. പനയോലയുടെ ആകൃതിയിലുള്ള അല്ലെങ്കിൽ ഒരു നീരാളിയുടെ ആകൃതിയിലുള്ള കായൽ എന്ന് ചോദിച്ചാൽ അത് അഷ്ടമുടി കായലാണ്. അതേസമയം എഫ് ആകൃതിയിലുള്ള, ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫിൻ്റെ ആകൃതിയിലുള്ള കായൽ ഏത് എന്ന് ചോദിച്ചാൽ അത് ശാസ്താംകോട്ട കായലാണ്. ഈ ഭാഗത്ത് പണ്ടൊരിക്കൽ PSC പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഇന്ത്യയുടെ ഭൂപടത്തിൻ്റെ ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം ഏതാണ്? എങ്ങനെ? ഇന്ത്യയുടെ ഭൂപടത്തിൻ്റെ ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം ഏത്? അതാണ് പൂക്കോട് തടാകം. പൂക്കോട് തടാകം, അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞു ശാസ്താംകോട്ട കായൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണെന്ന് പറഞ്ഞു. അതേസമയം പൂക്കോട് തടാകം കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ്. പൂക്കോട് എവിടെയാണെന്ന് നേരത്തെ പറഞ്ഞു, വയനാട് ജില്ലയിലാണ്. ഇന്ത്യയുടെ ഭൂപടത്തിൻ്റെ ആകൃതിയിലുള്ള തടാകമാണ് പൂക്കോട് തടാകം. അവിടെ അത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി പഠിച്ചു വെക്കുക. ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള തടാകം, ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള തടാകമാണ് ചെമ്പ്ര തടാകം. ഏതാണ്? ചെമ്പ്ര തടാകം. ചെമ്പ്ര നമ്മൾ മനസ്സിലാക്കിയതാണ് വയനാട്ടിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്, അല്ലെ? വയനാട്ടിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ചെമ്പ്ര പീക്ക്, ചെമ്പ്ര കൊടുമുടി. അതിൻ്റെ ഏറ്റവും മുകളിൽ ഹൃദയത്തിൻ്റെ ആകൃതിയിൽ ഒരു തടാകമുണ്ട്, അതാണ് ചെമ്പ്ര തടാകം. അപ്പൊ ചെമ്പ്ര തടാകം എവിടെയാണെന്ന് ചോദിച്ചാൽ അതെവിടെയാണ്? അത് വയനാട്ടിലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകം, എൻ്റെ വീടിന് മുമ്പിലാണ് ആ തടാകം, വെള്ളായണി കായൽ. അതാണ് വെള്ളായണി കായൽ, കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകം. അല്ലെങ്കിൽ കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള തടാകം എന്ന് ചോദിച്ചാലും വെള്ളായണി കായലാണ്. അതേസമയം കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കായൽ ഏതാണ്? കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കായൽ ഏതാണ്? ഉപ്പള കായലാണ്, അല്ലെ? നമ്മൾ ഉപ്പള പുഴയെ കുറിച്ച് പഠിച്ചിരുന്നു. ഉപ്പള പുഴ എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. അപ്പോൾ ഉപ്പള കായൽ എവിടെ വരും? കാസർഗോഡാണ്. അപ്പോൾ കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള തടാകം അത് വെള്ളായണി കായലാണ്. അതേസമയം കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കായലാണ് ഏത്? ഉപ്പള കായൽ. ഇനി അത് കഴിഞ്ഞിട്ട് മനസ്സിലാക്കി വെക്കുക, ഏനമാക്കൽ, മനക്കൊടി. ഏനമാക്കൽ, മനക്കൊടി ശുദ്ധജല തടാകങ്ങൾ ഏത് ജില്ലയിലാണ്? ഏനമാക്കൽ, മനക്കൊടി ശുദ്ധജല തടാകങ്ങൾ ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ അത് തൃശ്ശൂർ ജില്ലയിലാണ്. ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. അതുപോലെ വരാപ്പുഴ, കൊടുങ്ങല്ലൂർ കായലുകൾ ഏത് ജില്ലയിലാണ്? വരാപ്പുഴ, കൊടുങ്ങല്ലൂർ കായലുകൾ ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ അത് എറണാകുളം ജില്ലയിലാണ്, അല്ലെ? നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം, വരാപ്പുഴ കേൾക്കുമ്പോഴേ അറിയാം, കൊടുങ്ങല്ലൂർ ഇതൊക്കെ എവിടെയാണ് വരുന്നത്? എറണാകുളം ജില്ലയിലാണ്. അതേസമയം BM കായൽ ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിലാണ്. BM കായൽ മലപ്പുറം ജില്ലയിലാണ്. അതേസമയം കവ്വായി കായൽ ഏത് ജില്ലയിലാണ്? അത് ജില്ല പഠിച്ചാൽ മതി. കവ്വായി കായൽ ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ അത് കണ്ണൂർ ജില്ലയിലാണ്. BM കായൽ ഓർത്തു വെച്ചോ, മലപ്പുറം ജില്ല. കവ്വായി കായൽ എവിടെയാണ്? കണ്ണൂരാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലുള്ള വേറെ 2 കായലുകളാണ്
ഒന്ന് വേളിക്കായൽ, വേളിക്കായൽ, വേറൊന്ന് കഠിനംകുളം കായൽ. ഇത് രണ്ടും കടലുമായി ബന്ധമുള്ള കായലാണ്. വേളിക്കായൽ, കഠിനംകുളം കായൽ ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. അതുപോലെ ഒരു കാര്യം കൂടി അവിടെ മനസ്സിലാക്കി വെക്കുക, വേളിക്കായലിനെ കഠിനംകുളം കായലുമായി ബന്ധിപ്പിക്കുന്ന ഒരു തോടുണ്ട്. ആ തോടാണ് പാർവതി പുത്തനാർ. പാർവതി പുത്തനാർ തിരുവിതാംകൂറിലെ ഒരു ഭരണാധികാരിയുടെ പേരിലാണ് ഈ തോട് അറിയപ്പെടുന്നത്, പാർവതി പുത്തനാർ. അപ്പോൾ വേളിക്കായലിനെ കഠിനംകുളം കായലുമായി ബന്ധിപ്പിക്കുന്ന തോടാണ് പാർവതി പുത്തനാർ. അതുപോലെ ഓർത്തു വെക്കണം, നമ്മൾ നേരത്തെ പറഞ്ഞു കണ്ണൂർ ജില്ലയിലെ കൗവായി കായൽ നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. വളപട്ടണം പുഴ, വളപട്ടണം പുഴ എവിടെ കൂടെയാണ് ഒഴുകുന്നത്? കണ്ണൂരിലൂടെയാണ് ഒഴുകുന്നത് അല്ലേ. കൗവായി കായലിനെ വളപട്ടണം പുഴയുമായി ബന്ധിപ്പിക്കുന്ന ഒരു തോടുണ്ട്, അതാണ് സുൽത്താൻ തോട്. അപ്പോൾ പാർവതി പുത്തനാറ് വേളിക്കായലിനെ കഠിനംകുളം കായലുമായി ബന്ധിപ്പിക്കുന്നു. സുൽത്താൻ തോട് കൗവായി കായലിനെ ഏതുമായിട്ട്? വളപട്ടണം പുഴയുമായിട്ട് ബന്ധിപ്പിക്കുന്നു എന്നുകൂടി അവിടെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ കായലുകളുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും പറയില്ല ഇത് മതി, ഇത്രയും മാത്രം നിങ്ങൾ പഠിച്ചാൽ മതിയെന്ന് ഒരു ക്ലാസ്സിലും പറയില്ല. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മുടെ പരീക്ഷാ രീതികളിൽ വലിയ മാറ്റങ്ങളുണ്ട്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മിനിമം ഇത്രയെങ്കിലും അറിഞ്ഞുകൊണ്ടേ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകാവൂ. ഇവിടെ മിസ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വള്ളംകളിയെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. പുന്നമട കായലിൻ്റെ ഭാഗത്ത് നമ്മൾ നെഹ്റു ട്രോഫി എന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ. നമുക്കറിയാം കേരളം വള്ളംകളിയുടെ നാടാണ്. അപ്പം വള്ളംകളിക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതൊക്കെ ഇതിൻ്റെ ഭാഗത്ത് തന്നെ പഠിക്കേണ്ടതാണ്. പക്ഷെ അതൊക്കെ ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞാൽ ക്ലാസ് ഒരുപാട് നീണ്ടുപോകും. അപ്പോൾ അതൊക്കെ മറ്റൊരു ക്ലാസ്സിനകത്ത് ഉൾക്കൊള്ളിക്കാം. ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.